ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോണത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ആക്നെ മാറ്റിയെടുത്തതെന്നുള്ളതാണ് പറയാൻ പോണത്. അപ്പം ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു ബ്യൂട്ടി വ്ളോഗർ ഒന്നുമല്ല കേട്ടോ, സാധാ ഒരു വീട്ടമ്മയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രോഡക്റ്റ് ഓഫ് ലിസ്റ്റുകളുടെ പേരൊന്നും പറയാൻ പോണില്ല. രണ്ട് കാര്യം മാത്രമാണ് പറയാൻ പോണത്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. അപ്പം അത് പറയുന്നേക്കാളും മുമ്പ് ഞാൻ എൻ്റെ ഹിസ്റ്ററി ഒന്ന് പറയാം. ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടീനേജറെ സംബന്ധിച്ച് അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുഖത്തൊക്കെ നോക്കുമ്പോൾ അവരുടെ സ്കിന്നൊക്കെ വളരെ ക്ലിയർ ആണ്, സോഫ്റ്റ് ആണ്. ഞാൻ ചിന്തിക്കും, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? അപ്പം എനിക്ക് നിറം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നു കേട്ടോ എൻ്റെ ആവശ്യം. എൻ്റെ മുഖത്ത് വന്ന പിമ്പിൾസ് മാറുക, പിമ്പിൾസ് കൊണ്ടുണ്ടായിട്ടുള്ള പാടുകൾ മാറുക എന്നുള്ളതൊക്കെയായിരുന്നു എൻ്റെ ആവശ്യം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഹോം റെമഡീസ് ട്രൈ ചെയ്യാറുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് വനിത പോലെയുള്ള മാഗസൈൻസിൽ ഒരുപാട് ബ്യൂട്ടി ടിപ്സ് വരാറുണ്ട്. മഞ്ഞൾ തേക്കുക, രക്തചന്ദ്രം തേക്കുക, തുളസിയില തേക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അതൊക്കെ ട്രൈ ചെയ്തിട്ട് എൻ്റെ പിമ്പിൾസ് ഇനിയും വേസ്റ്റ് ആവുക എന്നല്ലാതെ വേറൊരു ഗുണവും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അന്നത്തെ കാലത്ത് നമ്മുടെ റിലേറ്റീവ്സും നാട്ടുകാരും ഒക്കെ പല കാര്യങ്ങളും നമ്മളെ ഉപദേശിക്കാറുണ്ട്. നമ്മളെക്കാളും വിഷമാണ് നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസ് കാണുമ്പോൾ മറ്റുള്ളവർക്കുള്ളത്. പലരും പറയും മുഖം പ്രോപ്പറായി വാഷ് ചെയ്യാണ്ടാണ്, ഓയിലി ഫുഡ് കഴിച്ചിട്ടാണ്, എഗ്ഗ് കഴിച്ചിട്ടാണെന്നൊക്കെ. അങ്ങനെ ഞാൻ എഗ്ഗ് എൻ്റെ ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്തു. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ധാരാളം ഉൾക്കൊള്ളിക്കാനായിട്ട് പഠിക്കുന്ന സമയത്ത് ഫുഡിൽ അങ്ങനെ വല്ലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കാലം ഇങ്ങനെ പിമ്പിൾസ് വെച്ചിട്ട് തന്നെയായിരുന്നു എൻ്റെ ഒരു ജേർണി ഉണ്ടായിരുന്നത്. പിന്നെ അക്കാലത്ത് ഫേസ് വാഷിൻ്റെ പ്രചാരത്തിൽ വന്നു കേട്ടോ. അപ്പം അന്ന് സോപ്പ് മാറ്റിയിട്ട് ഫേസ് വാഷും യൂസ് ചെയ്തു. എന്നിട്ടും വലിയ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ 2 വർഷം മുമ്പ് എൻ്റെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് കിട്ടി. വേറെ ഒന്നുമല്ല, അലോവേര ജെല്ലാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ അലോവേര ജെൽ എന്ന് പറഞ്ഞാൽ വളരെ പ്യുവറാണ്. അതിന് നിറമോ മണമോ ഒന്നും തന്നെ ഇല്ല. വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. വില കുറച്ച് കൂടുതലാണ് കേട്ടോ. 699 റുപ്പീസാണ്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് പ്യുവറായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ലീഫ് ഉപയോഗിക്കാതിരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് അത് മുഖത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിങ് വരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ളത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല. അപ്പോൾ അലോവേരയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലേ. പ്രകൃതി മനുഷ്യന് നൽകിയിട്ടുള്ള വരദാനമാണ് അലോവേര. 90% ഓഫ് വാട്ടർ കണ്ടന്റ് ആണ് അലോവേരയുടെ ലീഫിലുള്ളത്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ എല്ലാതരം സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും അലോവേര ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത്. എനിക്ക് വളരെ വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ നിങ്ങൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ അലോവേര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാട്ടർ ബേസ്ഡ് ആണ്. ഇപ്പം നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത്. ഇതെല്ലാവർക്കും അറിയാം, പക്ഷെ എത്ര പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്? ഞാൻ എന്ന് മുതലാണ് വെള്ളം കൂടി തുടങ്ങിയത്. അപ്പം മുതലാണ് എൻ്റെ തടി കുറച്ച് നന്നാവാൻ തുടങ്ങിയത്, എനിക്ക് വിശപ്പുണ്ടാവാൻ തുടങ്ങിയത്, ഞാൻ ഭക്ഷണം നന്നായി കഴിച്ചത്. പിന്നെ നല്ല ഭക്ഷണം കഴിച്ചത് കൊണ്ടും എനിക്ക് കുറച്ച് വ്യത്യാസം ബോഡിയിലായാലും സ്കിന്നിലായാലും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വെറുതെ വെള്ളം കുടിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരകവെള്ളം കുടിക്കാം, തുളസിയിലിട്ട വെള്ളം കുടിക്കാം, കറിവേപ്പിലിട്ട വെള്ളം കുടിക്കാം, ജ്യൂസസ് കുടിക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ ധാരാളം ഉൾപ്പെടുത്തുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനൊക്കെ ഉള്ള സമയം നമ്മൾ കണ്ടെത്തുക. എനിക്കറിയാം നമ്മുടെ ബിസി ഷെഡ്യൂളിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നമ്മൾ ക്രീമൊക്കെ മേടിച്ച് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമാണല്ലോ. നമ്മൾ അങ്ങനെ ക്രീമൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങുക. ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യം ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ വീഡിയോ ഏതെങ്കിലും കുട്ടികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മുഖക്കുരു ഉള്ള കുട്ടികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ഡോക്ടറെ പോയി കാണുക.
മുഖക്കുരു ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ പോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അതൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ഇല്ലാതിരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലായാലും ബോഡിയിലായാലും ഒരുപാട് ചേഞ്ചസ് വരും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം എന്നെ സംബന്ധിച്ച് വീഡിയോ ചെയ്യാന്നുള്ളത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് എത്ര പേര് കാണും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്